ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലത്ത് കാർ ഓടിച്ചു കയറ്റി മനുഷ്യരെ ഇല്ലാതാക്കിയത്, മനുഷ്യരുടെ ജീവൻ കളഞ്ഞത് മുസ്ലിം ചെറ്റ തന്നെയാണ്. താലിബ് അൽ അബ്ദുൾ മോഷൻ എന്നാണ് ആ ചെറ്റയുടെ പേര്. നമ്മുടെ നാട്ടിൽ പാവ അയ്യപ്പന്മാരെ ആക്രമിച്ച ശേഷം എന്താ പറഞ്ഞത്? ജയ് ശ്രീറാം വിളിച്ചതിന്റെ പേരിലാണ് അവരെ ആക്രമിച്ചതെന്ന്. അവിടെ ഒരു RSSും ഒരു ജയ് ശ്രീറാമും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവന്മാർ അവിടെ പോയി ഈ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നതും ആക്രമിക്കുന്നതും? ഇവരുടെ ലക്ഷ്യം RSSോ ജയ് ശ്രീറാമോ ഒന്നുമല്ല, ഇസ്ലാമിക തീവാദം തന്നെയാണ്. സൗദി അറേബ്യ ഭീകരവാദ കുറ്റങ്ങൾക്ക് ശിക്ഷ വിധിച്ച മോസ്റ്റ് വാണ്ടഡ് കുറ്റവാളിയാണ് അയാൾ. മാനുഷിക പരിഗണനയുടെ പേരിൽ ജർമ്മനി അയാളെ സൗദി അറേബ്യക്ക് വിട്ടുകൊടുത്തില്ല. അതിപ്പോ എന്തായി? ജർമ്മനിക്ക് തന്നെ പണി ഇരന്ന് വാങ്ങി. അതൊക്കെ പോട്ടെ, അവരുടെ രാജ്യം അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്താണ് ചെയ്തത്? മുസ്ലിം അല്ല, ഇയാൾ തീവ്ര വലതുപക്ഷമാണ്, ഇയാൾ പണ്ടായിരുന്നു മുസ്ലിം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. മുസ്ലിം ആണെന്ന് പറയാൻ എന്താ ഇത്ര പേടി? മുസ്ലിം തീവ്ര ഡാഷ് ഫണ്ട് നൽകിയിട്ടാണോ ഇവന്മാരൊക്കെ പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ.